ഓൾ ദിസ് ഇസ് കോക്ക് വീര ധീര സൂരൻ. ചിയാൻ വിക്രത്തിൻ്റെ വീര ധീര സൂരൻ. ഡയറക്ടർ SU അരുൺകുമാർ. അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള പനിയാറും പത്മിനിയും ചിറ്റ, സേതുപതി എല്ലാം കിടലും പടങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒപ്പം ചിയാൻ വിക്രം ഗംഭീര മുഹൂർത്തങ്ങളുള്ള ഒരു സിനിമയായിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്തു. അങ്ങനെ ഒരു കിടിലൻ പടം. ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് GV പ്രകാശ് കുമാറാണ്. ആസ് ഓൾവേസ് പുള്ളിയുടെ ആയിട്ടുള്ള യുണീക്കായിട്ടുള്ള സ്കോറിങ്ങും അതുപോലെ തന്നെ സോങ്സും. പിന്നെ തേനി ഈശ്വർ ആണ് DOP ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ബേസിക്കലി ഉറക്കം തൂങ്ങി പടങ്ങൾ എടുക്കുന്ന ഒരാളാണ്. മമ്മൂക്കയുടെ തന്നെ പേരൻപ്, പുഴു, നൻപകൽ നേരത്ത് മയക്കം ഒക്കെ എടുത്തിട്ടുള്ള ആളാണ്. പക്ഷേ ഈ പടം ഈ ഡയറക്ടറുടെ അപ്രോച്ച് റിയലിസ്റ്റിക് ആണെങ്കിലും ഇതിൽ ധാരാളമായിട്ടുള്ള കിടിലൻ മേക്കിംഗ് സാധനങ്ങളുണ്ട്, സിംഗിൾ ഷോട്ട് ഉൾപ്പെടെ. പിന്നെ ഈ പടം റിയലിസ്റ്റിക് അപ്രോച്ചാണ്. നമുക്ക് കാണാം പരിപാടി ഒരു കൈൻഡ് ഓഫ് ഒരു വെറ്ററിമാരൻ സ്കൂൾ പടം പോലെ തോന്നും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ. വെട്ടും കുത്തും വെടിവെപ്പും പഴയ മറ്റേ തോക്കുണ്ടല്ലോ, നീളമുള്ള തോക്ക്, അതൊക്കെ വെച്ചിട്ടുള്ള പരിപാടികളാണ്. പക്ഷെ അതൊക്കെ നമുക്ക് ശരിക്കും കാണാം. പിന്നെ സൗണ്ടിങ് ഒക്കെ കിടുവാണ്. പിന്നെ ഓഫ് കോഴ്സ് പെർഫോമൻസ്. ചിയാൻ ഉള്ളൊരു പടാവുന്ന സമയത്ത് ചിയാൻ കളന്നിറങ്ങി കളിക്കാനുള്ള സാധന സ്ക്രിപ്റ്റിലുണ്ടെങ്കിൽ ചിയാൻ അത് പണിയിരിക്കും, ഉറപ്പാണ്, അതിൽ സംശയം വേണ്ട. ഇതിൽ അങ്ങനെ തന്നെ. ഈ പടത്തിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്താണ്. ഇതൊരു ബിൽഡപ്പാണ്. സിനിമ തുടങ്ങിയ മുതൽ സിനിമയൊക്കെ സ്വാഭാവികമായിട്ട് പോകുന്നൊരു സിനിമയാണ്. അല്ലാതെ ഇതിനൊരു അങ്ങനെയുള്ളൊരു കൊമേഴ്ഷ്യൽ പടത്തിൻ്റെ യാതൊരു സ്ട്രക്ചറോ മീറ്ററോ പേസോ ഒന്നുമില്ലാത്ത സിനിമയാണ്. ഈ സിനിമയിൽ എന്തും സംഭവിക്കാം, ആർക്കും സംഭവിക്കാം. അങ്ങനത്തെ ഒരു സിനാരിയോ ഉണ്ടല്ലോ. അല്ലാതെ നായകൻ വില്ലൻ അല്ലെങ്കിൽ നായകൻ്റെ ഗ്യാങ് വില്ലൻ്റെ ഗ്യാങ് അങ്ങനെയല്ല. ഇതിൽ പോലീസുണ്ട്, കുറച്ച് പിന്നെ എന്താ പറയുക, ഇങ്ങനെ ആക്രമണം കാണിക്കുന്ന ഗാങ്സ്റ്റേഴ്സിനെ പോലെ. അതായത് മറ്റേ വൺ സെറ്റപ്പ് ഗാങ്സ്റ്റേഴ്സ് അല്ല, ഈ ചെറിയ പരിപാടികളൊക്കെ നടത്തുന്ന അങ്ങനത്തെ ആൾക്കൂട്ടങ്ങൾ. പിന്നെ വല്ലാത്തൊരു പാസ്റ്റുള്ള വിക്രം, അങ്ങനെയുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൽ വരുന്ന സമയത്ത് ഈ മൂന്ന് സെൻറ്റേഴ്സിനെ കണക്ട് ചെയ്ത് പോവാണ്. SJ സൂര്യ ഇതിൽ SP ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. SJ സൂര്യയുടെ പെർഫോമൻസ് ലെവൽ ആസ് ഓൾവേസ് അന്ത അളവക്ക്. വിക്രം. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ മലയാളത്തിൽ നിന്നും സുരാജ് വെഞ്ഞാറമൂട്. അതുപോലെ തന്നെ പിന്നെ മാലാ പാർവതിയുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഈ തമീനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പം മുറ എന്ന് പറഞ്ഞൊരു പടം മലയാളത്തിൽ എടുത്തിരുന്നു. അങ്ങനെ മുറ വഴി കയറിപ്പോയതാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഡയറക്റ്റായിട്ട് അങ്ങ് തമിഴ് എൻട്രി അല്ല. പ്രൊഡ്യൂസർ സെയിം ആയതുകൊണ്ട് മുറയിൽ അഭിനയിച്ചിട്ടുള്ള സുരാജും അതുപോലെ തന്നെ മാലാ പാർവതിയും. പക്ഷേ മാലാ പാർവതിയുടെ ഡബ്ബിംഗ് ഒക്കെ വേറെ ചെയ്തത് നന്നായിട്ടുണ്ട്. സുരാജ് ഞാൻ ഡബ് ചെയ്തിരിക്കുന്നത്. ചില സമയത്ത് സുരാജ് തമിഴ് പറയുമ്പോഴും ഒരു മലയാള ചൊവ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ മലയാളം സ്ലാങ് കാര്യം വരുമല്ലോ, അത് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും സുരാജ് ഡബ്ബിംഗ് ആണേ പറയുന്നത്, അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ആക്ടിങ് സുരാജ് കട്ടയ്ക്കുന്നത്. കാരണം ചിയാൻ്റെ കൂടെയൊക്കെ കട്ടയ്ക്കുന്ന അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പണിയല്ല. പ്രത്യേകിച്ചും ഇത്രയും വൈൽഡായിട്ടുള്ള റോള്. ഇതിൽ ഈ പടത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിക്രസാണ് മൊത്തം. വയലൻസ് ഉണ്ട്, ഒരു ടെമ്പറമെൻറ്റ്. പിന്നെ ദുഷാര അഭിനയിക്കുന്ന പടങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഒരു പ്രത്യേക റോ ആയിട്ടുള്ള വളരെ ലോക്കലായിട്ടുള്ള അങ്ങനത്തെ ഒരു കൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള റൂറലായിട്ടുള്ള റോൾസ്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഇതിൽ മറ്റേ ധനുഷിൻ്റെ രായലുണ്ടായിരുന്നു, പിന്നെ വേട്ടയ്യനിൽ ദുഷാര ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്നു. ഇതിലും ദുഷാരയുണ്ട്. അങ്ങനെ പിന്നെ ഇതിൽ വേറെ ഒരു നടനുണ്ട്, പൃഥ്വിരാജ്. നമുക്ക് ആകെ ഒരു രാജീവേട്ടനുള്ളൂ എന്ന് പറയുന്നത് അതല്ല, ഇത് വേറെ ഒരു പ്രായമുള്ള നടനാണ്. സുരാജിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചത്. അങ്ങനെ കുറേ ക്യാരക്ടേഴ്സും പരിപാടികളൊക്കെയാണ്. സിനിമ ഏതാണ്, നല്ല ലെങ്തിയാണ്, ബിൽഡപ്പാണ്. തുടക്കത്തിൽ ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനും അവരുടെ ചില മാനിപ്പുലേഷൻസും ചില ഫാബ്രിക്കേഷൻസും ചില പ്ലാനിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് ട്രാപ്പും അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ തുറേ പൈസ, ഒരു തിരക്കില്ല ഇങ്ങനെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അങ്ങനെ പോകുന്നു. GVPയുടെ കിട്ടുന്ന സ്കോറിങ്, എല്ലാവരുടെയും പെർഫോമൻസ്. പിന്നെ ചിയാൻ്റെ എൻട്രി സ്വാഭാവികമായിട്ടുള്ള എൻട്രി. അതും കുറേ ടൈം എടുത്തിട്ട് അങ്ങനെ ചിയാൻ എന്തോ പെട്ടിക്കടയോ എന്തോ നടത്തുമോ, സ്റ്റോർ അങ്ങനെ എന്തോ നടത്തുമോ. അപ്പോൾ അവിടെ അവരുടെ പിന്നെ ഈ ദുഷാരായിട്ടുള്ള ചില കെമിസ്ട്രി, ചില ലവ് മേക്കിംഗ് സീൻസ്, ഫാമിലി അത് പരിപാടിയൊക്കെ, അതിൽ ചില സോങ്സ്, ഇങ്ങനെ പോയിട്ടുള്ള പരിപാടിയാണ്. പിന്നെ ഫ്ലാഷ് ബാക്ക് സീൻസ് കാണിക്കാൻ വേണ്ടി കുറേ ടൈം എടുത്ത് 3 മണിക്കൂറിന് എടുത്തിട്ടുണ്ട് സിനിമ. 2 മണിക്കൂർ വരെ യാതൊരു ഹാപ്പനിങ്ങും ഇല്ല. 1-2 കുഴിബോംബും പരിപാടിയൊക്കെ ഉണ്ടെന്നല്ല, അത് കാര്യമായിട്ട് ഹാപ്പനിങ് ഒന്നുമില്ല. അങ്ങനെ ബിൽഡപ്പ്. പിന്നെ ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺകൺവെൻഷണൽ ഇൻ്റർവെൽ. അതായത് നമ്മുടെ ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഇൻ്റർവെൽ ഇല്ലല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് പ്രൊജക്ടർ ഓഫ് ആക്കുമല്ലോ, അതിന് എല്ലാവരും എഴുന്നേറ്റ് പോയിക്കോളി എന്ന് പറയൂലേ, അതുപോലത്തെ ഒരു ഇൻ്റർവെല്ല. ദുഷാരയും ചിയാനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
അത് നിർത്തി ഇൻ്റർവെല്ലിൽ. പിന്നെ ഇൻ്റർവെൽ കഴിഞ്ഞ് ഞാൻ വീണ്ടും സംസാരിക്കുക. അങ്ങനെ ഇത് ആക്ച്വലി സെക്കൻഡ് പാർട്ടാണ് ആദ്യം ഇറക്കിയിരിക്കുന്നത്, ഉൾട്ടയായിട്ടാണ്. ഇനി ഫസ്റ്റ് പാർട്ട് ഇനി ഇറങ്ങണം. ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയിട്ട് വേണം പണ്ട് എന്താ നടന്നത് നമ്മൾ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഈ പടം എടുത്തു വെച്ചിരിക്കുന്നത്. ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടുള്ളത് കുറച്ച് ലെങ്ത് കുറച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ദൃശ്യം 2 തിയേറ്ററിൽ റിലീസ് ചെയ്യാത്തതിനേക്കാൾ ഞാൻ ഏറ്റവും നിരാശപ്പെടുന്ന, ആ സിനിമ OTTയിൽ കണ്ട അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം ഈ വീഡിയോ ചെയ്യുന്നവരെ നിരാശപ്പെടുന്ന സിനിമ എന്ന് പറയുന്നത് വിക്രത്തിൻ്റെ മഹാനാണ്. വാട്ട് എ ഫിലിം. അത് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റാത്തതിൽ വലിയ നിരാശ, വലിയ നഷ്ടം. സ്റ്റിൽ ആൻഡ് മേ ബി ഫോർ എവർ.